എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ശ്രീകൃഷ്ണ ലീലയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൃഷ്ണൻ്റെ 3, 4, 5 വയസ്സുകളിൽ കാണിക്കുന്ന വികൃതി യശോദാമ്മയ്ക്ക് പൊറുക്കാൻ വയ്യാതെയായി. ദിവസവും രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഗോപശ്രീകളുടെ ഒരു ജാതിയായിട്ടുള്ള ആക്ഷേപങ്ങളാണ്. എൻ്റെ ഉറിയിലുള്ള പാല് കുടിച്ചു, എൻ്റെ വെണ്ണ തിന്നു, എൻ്റെ ഉറിയെല്ലാം പൊട്ടി, പാത്രങ്ങളെല്ലാം നശിപ്പിച്ചു. ഇങ്ങനെ പരാതി ദിവസവും ഇത് തന്നെ. അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെല്ലാം അവർ എന്തെങ്കിലുമൊക്കെ പരിഹാരം പറഞ്ഞ് തിരിച്ചയക്കും. ഇങ്ങനെയാണ് പതിവ്. എന്നാലും വീട്ടിൽ മോഷണം തുടങ്ങിയ കള്ളൻ ഇപ്പോൾ നാട്ടിലും തുടങ്ങി. കള്ളൻ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആ കള്ളനല്ല കേട്ടോ, വെണ്ണയും പാലും മാത്രം കട്ടുനിന്ന കള്ളനാണ്. ഇങ്ങനെ ഉപദ്രവം തുടങ്ങി. ഒരു ദിവസം എന്ത് സംഭവിച്ചു ചോദിച്ചാൽ, ഒരുപാട് ഗോപസ്ത്രീകൾ പുറത്തു വന്ന് ഇവരെ വിളിച്ചു, യശോദമ്മയെ വിളിച്ചു. പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ മകനുണ്ടല്ലോ ഈ ഉണ്ണിക്കുട്ടൻ, ഇവനെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യാതായി. ഞങ്ങൾക്ക് പാത്രങ്ങൾ ഉറിയിലുള്ള പാലും വെണ്ണയൊക്കെ ഞങ്ങളുടെ കട്ടു തിന്നു കഴിഞ്ഞു. എൻ്റെ തിന്നു. അപ്പോൾ പാലും വെണ്ണയും തൈരും പോയാൽ എങ്ങനെയെങ്കിലും നമുക്ക് നാളെ പശുവിനെ കൊണ്ട് കറന്ന് ഉണ്ടാക്കാം. ഞങ്ങളുടെ പാത്രങ്ങളും എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു. ഉറിയിലുള്ള അന്ന് ചട്ടിയും കലങ്ങളാണ് ഉള്ളത്, പ്രധാനമായിട്ട് മൺകലങ്ങളാണ്. ഇതെല്ലാം അടിച്ചുടച്ചു. ഇതെല്ലാം ഞങ്ങൾ വീണ്ടും ഉണ്ടാക്കണ്ടേ? മകനെ ഇങ്ങനെയാണോ വളർത്തുക? മകന് വേണ്ടത് നിങ്ങൾ കൊടുക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ സമയത്ത് യശോദമ്മ പറഞ്ഞു, അങ്ങനെ അവൻ ചെയ്യുന്ന പതിവില്ല. പക്ഷെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം ഞാൻ തരാം. ഇനിയൊന്നും സംഭവിക്കില്ല. പക്ഷേ നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഒരു ഗോപശ്രീ വന്ന് പറഞ്ഞു, ഞാൻ കണ്ടു. കണ്ണൻ ഇവരുടെ വീട്ടിൽ പോയിട്ട് വെണ്ണയും പാലും കട്ടു നിന്നിട്ട് ഓടുന്നു ഞാൻ കണ്ടു എന്ന് ഒരു സ്ത്രീ വെറുതെ ഒരു കളവ് പറഞ്ഞു. അപ്പോൾ കൃഷ്ണനെ പറ്റി കളവ് പറഞ്ഞുള്ള അനുഭവം അറിയാമല്ലോ. ഇദ്ദേഹം ഒന്നും മിണ്ടില്ല. യശോദമ്മ പറഞ്ഞു, അങ്ങനെയാണ് ഉണ്ടായത്, ശരി, ഇനി അത് അവൻ ആവർത്തിക്കില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് നന്ദഗോപനും വന്ന് പറഞ്ഞു. യശോദയും നന്ദഗോപനും പറഞ്ഞ് അന്ന് അവിടെ. അപ്പോൾ ഇവർ രണ്ടുപേരും നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ കളവ് പറഞ്ഞ സ്ത്രീയെ ഇവരുടെ വീട്ടിൽ വന്നിട്ടാണ് ഇവൻ വെണ്ണയും പാലും മോഷ്ടിച്ചുകൊണ്ട് വന്ന ഞാൻ കണ്ടു എന്ന് പറഞ്ഞ സ്ത്രീയും, ആരുടെ വീട്ടിലാണ് മോഷ്ടിച്ചു എന്ന് അവർ പറഞ്ഞു, എൻ്റെ വീട്ടിലാണ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും ഇദ്ദേഹം ഒന്ന് മനസ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിൽ വിചാരിച്ചു, അങ്ങനെയാണോ, ശരി, ഞാനൊരു പാഠം പഠിപ്പിക്കാം എന്ന് മനസ്സിൽ വിചാരിച്ചു. അന്നത്തെ രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എൻ്റെ പാലും വെണ്ണയാണ് പോയത് എന്ന് പറഞ്ഞ സ്ത്രീ എന്ത് ചെയ്തു? വീട്ടിൽ നോക്കുന്ന സമയത്ത് പാലുമില്ല, വെണ്ണയുമില്ല, പശുവില്ല, ഒന്നുമില്ല. അപ്പോൾ എന്ത് പറ്റി എന്ന് കുറച്ച് കഴിഞ്ഞ് 4 ഭാഗം നോക്കിയ സമയത്ത് പശു അവിടെ ഉണ്ടായിരിക്കും എന്ന് വിശ്വസിച്ചിട്ട് ആരെ ഞാൻ പറഞ്ഞ തെറ്റിപ്പോയുണ്ട്. ആദ്യം ഞാനാണ് കണ്ടത്, ഇവരുടെ വീട്ടിൽ കളവ് പോയി, അത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞില്ലേ. ആ ഗോപശ്രീ തൻ്റെ പശുവിനെ കാണാനില്ല, വീട്ടിലെ പാലും വെണ്ണയും ഒന്നുമില്ല. അപ്പോൾ ഇവരെന്ത് വിചാരിച്ചു? ശരി, ഇത് ഇവൻ തന്നെ ചെയ്തിരിക്കുന്ന ഈ കള്ളക്കുട്ടൻ, ഈ കരിമാടിക്കുട്ടൻ തന്നെ ആയിരിക്കും, യശോദയുടെ പുത്രൻ തന്നെ ചെയ്തിരിക്കണം. അവൻ്റെ വികൃതി വല്ലാതെ കൂടിയിട്ടുണ്ട്, ഇന്നൊരു പാഠം പഠിപ്പിക്കണം, അടി അവന് വാങ്ങിച്ചു കൊടുത്തേ പറ്റൂ. ഏതായാലും നമുക്ക് വീണ്ടും അങ്ങോട്ട് പോവാം എന്നുള്ള ഉദ്ദേശത്തോടെ ഏതായാലും പോണ സമയത്ത് മറ്റേ ആദ്യത്തെ സ്ത്രീയും കൂട്ടിക്കൊണ്ട് പോവാം എന്ന് വിചാരിച്ച് അവരുടെ വീട്ടിൽ പോയി. അവരുടെ വീട്ടിൽ പോയി ഇവരെ കൂട്ടിക്കൊണ്ട് പോകാമെന്നുള്ള ഉദ്ദേശത്തിലാണ് കൂട്ടിക്കൊണ്ട് പോയത്. അവരുടെ വീട്ടിൽ പോയ സമയത്ത് കണ്ട കാഴ്ച എന്താ അറിയുമോ? നഷ്ടപ്പെട്ട പശു ഇവരുടെ തൊഴുത്തിൽ കിടന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി, കൃഷ്ണനല്ല ചെയ്തിരിക്കുന്നത്, നീയാണ് ചെയ്തിരിക്കുന്നത്, എൻ്റെ പശുവിനെ കട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവരോട് ഒരുപാട് നിലവിളി. ഇവർ പറഞ്ഞു, ഞാനല്ല, നീയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹളം. അത് കഴിഞ്ഞ് ഇവർ ശരി പറഞ്ഞു, പശുവിനെ ആട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് നീ എൻ്റെ പശു എടുത്തു, നീ എൻ്റെ വെണ്ണയെടുത്തു, പാത്രങ്ങളും വെണ്ണയൊക്കെ അവിടെ കാണുകയും ചെയ്തു. അപ്പോൾ ഈ സ്ത്രീ അങ്ങോട്ട് പോയി, രണ്ടുപേരും ബഹളം കൂടി അങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെ പോയി കണ്ടത് എന്താണ്?
ഇവിടെ കണ്ട ഇവരുടെ പശു അവിടെ ഒരേ പോലെ പശു അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. അത് കണ്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി. അപ്പോൾ അവർക്ക് മനസ്സിലായി ഏതോ ഒരു ചൈതന്യം ഇതിൻ്റെ പിന്നാലെ ഉണ്ട്, കൃഷ്ണനല്ല എന്ന് മനസ്സിലായി. പക്ഷേ ആക്ഷേപങ്ങൾ പിന്നെ ഇങ്ങനെ പ്രകരിക്കുകയായിരുന്നു. ദിവസവും വെട്ടം കെട്ടു, അത് കെട്ടു, പശുവിനെ കാണാനില്ല, പശുവിൻ്റെ പാല് കറന്ന് കുടിച്ചു, ഇങ്ങനത്തെ വെള്ളം അങ്ങനെയൊക്കെ കാണാതെ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ കളിക്കുന്ന ഒരു പ്രായമാണ്. ആ സമയത്ത് ഒരു ദിവസം എന്തുണ്ടായി, ഈ കുട്ടികളെല്ലാം കൂടി അതാത് പ്രായത്തിലുള്ള കുട്ടികളെല്ലാം കൂടി വീട്ടിലിങ്ങനെ അമ്പാടിയിൽ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി അവനവൻ്റെ ചോറ്റുപാത്രങ്ങൾ, അതായത് ചോറ്റുപാത്രം കൊടുക്കാറായിട്ടില്ല, വൃന്ദാവനത്ത് പോയ ശേഷമാണ് അത് കൊടുക്കുന്നത്. അതിന് മുമ്പ് കുറേ പഴങ്ങളോ ഇങ്ങനെയൊക്കെ ശേഖരിച്ചിരുന്നു ഈ കുട്ടികൾ. ഇതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് വീട്ടിൻ്റെ പിൻഭാഗത്ത് കൊണ്ട് നിക്ഷേപിച്ചു. കൃഷ്ണനെ കാണാതെ നിക്ഷേപിച്ചു, അവിടെ വെച്ചു. കളിയെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് പോകുമ്പോൾ നമുക്ക് കഴിക്കാൻ വിചാരിച്ചു. ഇദ്ദേഹം എന്ത് ചെയ്തു, മൂപ്പറ്റത്ത് എന്തെങ്കിലും മറയ്ക്കാൻ പറ്റുമോ? മറിച്ചതിൻ്റെ അനുഭവം അറിയാം കുചേലന്. കുചേലവൃത്തം പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. കുചേലന് ഒരിത്തിരി ഇദ്ദേഹത്തെ കാണാതെ കഴിച്ചതിൻ്റെ ഫലമാണ് പിന്നെ ഉണ്ടായത്. അപ്പോൾ ഈ കുട്ടികൾ രണ്ടുപേരും ഒരേ പ്രായമാണ്, രണ്ടുപേരും കുട്ടികളാണ്. ഏതായാലും ഈ കുട്ടികൾ എന്ത് ചെയ്തു, ഇതൊക്കെ എടുത്ത് പിന്നാലെ കൊണ്ടുവച്ചു. ഈ നമ്മുടെ കൃഷ്ണൻ, ഉണ്ണിക്കണ്ണൻ എന്ത് ചെയ്തു വെച്ചാൽ പതുക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലെ പിന്നാലെ അങ്ങോട്ട് പോയി ഇതെല്ലാം ശാപ്പാട് ഒരടി അടിച്ചു. തിരിച്ചു ഒന്നും ഇവരുടെ കൂടെ തന്നെ കളഞ്ഞു. ഉച്ചയായി, ഭക്ഷണ സമയമായി. ഈ കുട്ടികൾ എന്ത് ചെയ്തു, വേഗം പിന്നാലെ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ എന്ന് ഉദ്ദേശിച്ചില്ല, പിന്നാലെ അങ്ങോട്ട് പോയി നോക്കിയ സമയത്ത് എന്താണ്, അവിടെ ഒന്നുമില്ല, പഴമില്ല, ഒന്നുമില്ല. അപ്പോൾ അവർ വിചാരിച്ചു ഇതെങ്ങനെ പോയി, ആര് കൊണ്ടുപോയി? കൃഷ്ണനായിരിക്കണം കൊണ്ടുപോയിരിക്കണം. പക്ഷെ നമ്മുടെ ഇടയിൽ നിന്ന് കൃഷ്ണൻ പോയിട്ടില്ലല്ലോ, മൂപ്പര് കളിച്ചുകൊണ്ട് തന്നെ ഇരുന്നല്ലോ, എങ്ങനെ പോയി? ഏതായാലും ഇനി പറഞ്ഞൊരു കാര്യമില്ല. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു കൃഷ്ണൻ ഇടയിൽ മുങ്ങുന്ന ഞാൻ കണ്ടു, അയാൾ ഇങ്ങനെ പോണ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇവിടേക്കാണോ എന്ത് ചെയ്തൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ശരി, ഏതായാലും ഇനി നമുക്ക് ആഹാരം കഴിഞ്ഞു. പക്ഷേ യശോദയമ്മയെ കൊണ്ട് ഒരു ദിവസം ഇവനെ അടി കൊള്ളിക്കണം എന്ന് ഇവർ മനസ്സിൽ, ഈ കുട്ടികൾ മനസ്സിലാക്കും. കുട്ടികളാണ് കേട്ടോ, കൃഷ്ണൻ്റെ അതേ പ്രായമാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്കും വിവരമൊന്നും ഉണ്ടാവില്ല, കുട്ടികൾക്ക് എത്ര തന്നെ ഉണ്ടാവും. പക്ഷേ കുട്ടികളുടേതായ വിവരം ഉണ്ടായിരുന്നുള്ളൂ. അവർ വിചാരിച്ചു ഈ കൃഷ്ണൻ, നമ്മുടെ പറ്റിച്ച കൃഷ്ണൻ ഇവൻ തന്നെ ആയിരിക്കണം തിന്നത്, ഈ ചോദിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇവനെ യശോദമ്മയെ കൊണ്ട് ഒരിക്കൽ അടി കൊള്ളിക്കണം എന്ന് മനസ്സിൽ കരുതി ഇങ്ങനെ അതിനു വേണ്ട സമയം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം യശോദ കുളിക്കാൻ പോയി. അപ്പോൾ ഈ കുളിച്ച് വരുന്നതിന് മുമ്പ് ഇവരെല്ലാവരും കൂടെ, കുട്ടികളെല്ലാവരും കൂടെ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്തു, ഉണ്ണിക്കണ്ണൻ എന്ത് ചെയ്തു ചോദിച്ചാൽ കുറച്ച് മണ്ണ് വാരി തിന്നു. ഒരേ പുലിവാല് കുട്ടികളിത് കണ്ടു, സന്തോഷമായി അവർക്ക്. അന്ന് അവനെ തല്ലുപൊളിക്കാം, നല്ലൊരു സമയമാണ്, ഇന്ന് അവനെ തല്ലുപൊളിച്ചിട്ടേ ഉള്ളൂ എന്ന് മനസ്സിൽ കരുതി കൃഷ്ണ ഇന്ന് ഞങ്ങൾ തന്നെ തല്ലുപൊളിക്കും തീർച്ചയാണ് എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും യശോദമ്മ കുളിച്ചു വന്നു. കൃഷ്ണ അമ്മേ നിങ്ങളുടെ മകൻ നമ്മുടെ ഉണ്ണിക്കണ്ണൻ മണ്ണ് വാരി തിന്നു എന്ന് പറഞ്ഞു. മണ്ണ് വാരി തിന്നേ? എന്താ അവന് വീട്ടിലെല്ലാം ഉണ്ടല്ലോ? അവൻ ഇല്ല അമ്മേ, ഞങ്ങളെല്ലാവരും കണ്ടതാണ് ഇവൻ മണ്ണ് വാരി. അപ്പോൾ ഉണ്ണി നീ മണ്ണ് തിന്നോ ചോദിച്ചു. ഇല്ല അമ്മേ, ഞാൻ തിന്നിട്ടില്ല, ഇവർ വെറുതെ പറയണം. ആഹാ, നിന്നെപ്പറ്റി ധാരാളം പരാതികൾ വരുന്നുണ്ട്, നീ പറഞ്ഞ് ഞാൻ വിശ്വസിക്കാൻ പറ്റില്ല, നീ തിന്നിട്ടുണ്ടാവും, നീ സത്യം സത്യം പറഞ്ഞാൽ അമ്മ തല്ലില്ല, അല്ലെങ്കിലോ തല്ലും. ഇല്ല അമ്മേ, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ തിന്നിട്ടില്ല. പിന്നെയും ഉണ്ണിക്കുട്ടൻ അമ്മ ചോദിച്ചു, നല്ല രീതിയിൽ ചോദിച്ചു, മോനെ മണ്ണ് തിന്നാൻ പാടില്ല, നീ തിന്നിട്ടുണ്ടോ? സത്യം ഞാൻ ഒന്നും ചെയ്യില്ല. അപ്പോഴേക്കും ഈ കുട്ടികൾ പറഞ്ഞു, ഉണ്ടമ്മേ, ഞങ്ങളെല്ലാവരും കണ്ടു. അപ്പോൾ ഇവരെല്ലാവരും കണ്ടു പറഞ്ഞു, നീ കണ്ടിട്ടില്ല, തിന്നിട്ടില്ല എന്നും പറഞ്ഞു. അതുകൊണ്ട് വേഗം പോയി ഒരു ചെറിയൊരു വടിയെടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇനി നീ സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ തല്ലും. ഇല്ല അമ്മേ, ഞാൻ പറഞ്ഞില്ല. ഓഹോ, നീ പറയാൻ പോണില്ല. ശരി, എന്നാൽ ഒരു കാര്യം ചെയ്യും, നീ നിൻ്റെ വായ പൊളിക്കുക, അതിൽ മണ്ണുണ്ടെങ്കിൽ ഞാൻ നിന്നെ തല്ലും, ഇല്ലെങ്കിലോ തല്ലില്ല. അപ്പോൾ ഉണ്ണിക്കുട്ടൻ പറഞ്ഞു, വേണ്ട അമ്മേ, അത് വേണ്ട, വായ പൊളിക്കാൻ വയ്യ, എനിക്ക് വയ്യ. നീ അപ്പം തിന്നിട്ടുണ്ട്, നീ പൊളിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇപ്പം തല്ലും. ഉണ്ണിക്കുട്ടൻ അങ്ങനെ
മനസ്സില്ലാ മനസ്സോടെ പോലെ നടിച്ച് അഭിനയിച്ച് അദ്ദേഹം ചെയ്യുന്ന മുഴുവൻ അഭിനയമാണ്. അപ്പോൾ വായങ്ങട് പൊളിച്ചു. വായങ്ങട് പൊളിച്ച സമയത്ത് യശോദമ്മ വായി കണ്ട എന്താണ്, ഉപരിലോകം 7, ഭൂതോലം, ഭൂലോകം, ഭുവർലോകം, സർഗലോകം, മഹർലോകം, തപോലോകം, സത്യലോകം എന്നിങ്ങനെ 7 ഉപരിതല ലോകം ആ വായിൽ കൊണ്ടു. കഴിഞ്ഞോ? ഇല്ല. അതിനുശേഷം 7 അധോലോകം, അതായത് അതലം, വിതലം, സുതലം, രസാതലം, സരളതലം, മഹാതലം, പാതാളം എന്നിങ്ങനെ 7 അധോലോകം കണ്ടു. ആദിത്യൻ, ചന്ദ്രൻ, സപ്തഋഷികൾ, 7 മുനികൾ, നദികൾ, മലകൾ, വൃക്ഷങ്ങൾ, വനങ്ങൾ, ഭുവനത്തിലുള്ള എല്ലാ സാധനങ്ങളും, മൃഗങ്ങൾ, മനുഷ്യർ, പിന്നെ ദേവലോകത്തുള്ള ദേവകന്യകന്മാരെ, 14 ലോകത്തിലുള്ള എല്ലാ അണ്ടചരാചരങ്ങളിലുള്ള എല്ലാ ജീവജലങ്ങളും, സ്ത്രീകൾ, പുരുഷന്മാർ, ത്രിമൂർത്തികൾ, ഇങ്ങനെ എന്ന് വേണ്ട ലോകത്തിലുള്ള 14 ലോകത്തിലുള്ള എല്ലാ അണ്ടചരാചരങ്ങളും ജീവിച്ചിരിക്കുന്നതും ജീവിച്ചിരിക്കാത്തതുമായ എല്ലാം കണ്ടു. അഗ്നി, വായു, ജലം, മലകൾ, നദികൾ, കടലുകൾ, പിളർന്ന ഭൂമികൾ, പിളരാത്ത ഭൂമികൾ എന്നു വേണ്ട എല്ലാം കണ്ടു. അതിൻ്റെ ഇടയിൽ കണ്ടു ഒരു ഉണ്ണിക്കുട്ടൻ വായു തുറന്നിരിക്കുന്നു. ആ വായിൽ, ഇതിൽ കാണുന്ന ഉണ്ണിക്കുട്ടൻ ഒരു വായിൽ തുറന്നിരിക്കുന്നു. ആ വായിൽ ഈ പറഞ്ഞ എല്ലാം കാണുന്നു. യശോദ അമ്മ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു ഭയാനകമായ കാഴ്ച, അത്ഭുതമായ കാഴ്ച, വിശ്വരൂപം അങ്ങനെ യശോദാമ്മ കണ്ടു. ഇത് കണ്ടോടനെ അവർക്ക് എന്താണ് കാണുന്നു, ഏത് കാണുന്നു ഈശ്വര എന്ന് പറഞ്ഞ് ഒരു 2 മിനിറ്റ് അങ്ങനെ മയങ്ങിപ്പോയി. ആ 2 നിമിഷം കഴിഞ്ഞ ഉടനെ ഒന്ന് കണ്ണു തുറന്ന് നോക്കി, ഭഗവാനെ ഇതെന്താ ഞാൻ കാണുന്നത്? ഇത്രയും ചെറിയ ഉണ്ണിക്കുട്ടൻ്റെ വായിൽ ഇത്രയും ഉള്ള ലോകങ്ങൾ അടങ്ങിയിരിക്കേ, എന്താണ് എന്ന് പറഞ്ഞ് കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് എന്താണ്, യാതൊന്നുമില്ല. പഴയതുപോലെ ഉണ്ണി വായി തുറന്നിരിക്കുന്നു, യശോദ കയ്യിൽ വടിയും വെച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് കണ്ടത്. അങ്ങനെ അമ്മയ്ക്ക് ആദ്യമായി ലോകത്ത് വിശ്വരൂപം കാട്ടിയ മഹാപ്രഭുവാണ് എൻ്റെ ഹൃദയകമലവാസൻ. നിങ്ങളെല്ലാം ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണൻ വെറും 5 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ വായിൽ ഇങ്ങനെ എല്ലാം യശോദമ്മയ്ക്ക് കാട്ടിക്കൊടുത്തു. അങ്ങനെ അപ്പോൾ ഈ വായ തുറന്ന സമയത്ത് ഈ കുട്ടികളൊക്കെ വടിയും കഴിയുന്ന സമയത്ത് കുട്ടികളൊക്കെ കൈകൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അപ്പം കിട്ടും കൃഷ്ണന്, ഇപ്പം അടി കിട്ടും പറഞ്ഞ് എല്ലാവരും കൂടി തുള്ളി ചാടാൻ തുടങ്ങി. കൃഷ്ണ നീ ഇന്ന് അടി കൊണ്ടിട്ടേ ഇരിക്കുള്ളൂ പറഞ്ഞ് ചാടാൻ തുടങ്ങി. കൃഷ്ണൻ വായ തുറന്ന് യശോദാമ്മ കണ്ട്, യശോദാമ്മ കണ്ണും മൂടി ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് ഇവരും പരിഭ്രമിച്ചു. ചെറിയ കുട്ടികളല്ലേ, ഇവരും പഠിക്കും. പക്ഷേ ഈ കുട്ടികൾക്ക് ഇത് കാണാൻ സാധിച്ചില്ല, ഈ അമ്മയ്ക്ക് മാത്രമേ കാണാൻ സാധിച്ചു. അങ്ങനെ ഒരു ഭയങ്കരമായ ലീലകൾ കൂടി കൃഷ്ണനോട് ചെയ്യുകയുണ്ടായി. ഇത്രയെല്ലാം സംഭവിച്ചുള്ളൂ. ഇനി വൃന്ദാവന യാത്രയാണ്. എന്തുകൊണ്ട് വൃന്ദാവന യാത്ര വന്നു ചോദിച്ചാൽ, ഇവിടെ ഇങ്ങനെ പല സംഭവങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ഉപനന്ദനൻ, നന്ദഗോപൻ്റെ ഒരു അടുത്ത ബന്ധുവും കൂട്ടുകാരനാണ് ഉപനന്ദഗോപൻ. അദ്ദേഹം പറഞ്ഞു, നമ്മളെല്ലാവരും കൂടെ ഇടയന്മാരാണ്, നമുക്ക് സ്വന്തമായ വീടുകളൊന്നുമില്ല, നമ്മൾ അവിടെയും ഇവിടെയൊക്കെ പോയി താമസിച്ച് ജീവിതം കഴിക്കുന്നവരാണ്. പശുപാൽ വിറ്റിട്ടും പശുവിൻ്റെ ആഹാരം, പാലിൻ്റെ വെണ്ണയാണ് നമ്മുടെ പ്രധാന ആഹാരം. അതിനെ സംരക്ഷിക്കുക, അങ്ങനെ ജീവിക്കുക. ഇവിടെയാണെങ്കിൽ പൂതന കുട്ടികളെ കൊന്നു, അതിനുശേഷം പല അസുരന്മാരും വന്നു, പലതും ദുർനൃത്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും കൂടെ ഇവിടുന്ന് പതുക്കെ പോയി അവിടെ വടക്കുവശത്തെ ഒരു യമുനാ നദീ തീരത്തെ ഒരു പുൽത്തകിടുണ്ട്, വളരെയധികം ധാരാളം പുല്ലുള്ള ഒരു സ്ഥലമുണ്ട്, ഗോവർദ്ധന പർവ്വതത്തിൻ്റെ താഴെയായിട്ട് വരുന്നത്. അപ്പം നമുക്ക് അവിടെ സുഖമായി താമസിക്കാം. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ഈ സ്ഥലം ഉടനെ വിടണം എന്ന് പറഞ്ഞു. ഇതും അദ്ദേഹത്തിൻ്റെ ഒരു ലീലയാണ്.
അവരെ കൊണ്ട് തോന്നിച്ചതാണ്. കാരണം വൃന്ദാവനത്തിലെ ലീല തുടങ്ങാറായി എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് ഇവരെ കൊണ്ട് മനസ്സിൽ തോന്നിപ്പിച്ച് ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു നാടകം ഉണ്ടാക്കി. ഞാൻ പറയാറുണ്ട്, അദ്ദേഹം ചെയ്യുന്ന മുഴുവൻ നാടകമാണ്, മനുഷ്യനറിയാത്ത നാടകമാണ്. അങ്ങനെ ചെയ്തു. അതനുസരിച്ച് അവരെല്ലാവരും കൂടി ഒരു ദിവസം വണ്ടി, അന്നത്തെ കാലത്ത് കാളവണ്ടികളാണല്ലോ, ഇതുപോലെയുള്ള വണ്ടികളൊന്നുമില്ല. കാളവണ്ടിയിൽ എല്ലാവരും കൂടെ ഇങ്ങനെ മൂവായി. വൃന്ദാവനത്തിൽ ധാരാളം പുല്ലുള്ള സ്ഥലമാണ്. അവിടെ പോയി താമസിക്കാൻ തുടങ്ങാനുള്ള ഇത് എല്ലാ പാത്രങ്ങളും എല്ലാം കൂട്ടിക്കൊണ്ട് അങ്ങനെ അവിടെ പോയി. ഇനി നമുക്ക് ബാക്കി നാളെ പറയാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കേൾക്കുക. സന്തോഷം. ശ്രീകൃഷ്ണലീല വർണ്ണിച്ചാൽ പറ്റില്ല, എന്നെ കൊണ്ടല്ല, ലോകത്ത് ആർക്കും വർണ്ണിക്കാൻ പറ്റില്ല. ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്. പക്ഷേ എന്നാലും കുറച്ചെങ്കിലും പറയുന്നെന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക്